സൊല്യൂഷൻ ലൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് 350 വണ്ടിയുടെ സ്റ്റോക്ക് സൈലൻസർ മാറ്റിയിട്ട് വേറൊരു സൗണ്ടുള്ള സൈലൻസർ വെക്കാനുള്ള പരിപാടിയാണ്. വീട്ടിൽ പഴയ ഒരു സൈലൻസർ ഇരിക്കുന്നുണ്ട്, അതാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 2 സ്ക്രൂ ആണ് ലൂസാക്കേണ്ടത്. അതിൽ മേലത്തെ സ്ക്രൂ ലൂസാക്കാനായിട്ട് നമുക്ക് 14-15 സ്പാൻഡറാണ് വേണ്ടത്. റിംഗ് സ്പാൻഡർ എടുക്കുക, എന്നിട്ട് മേലത്തെ ബോൾട്ട് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് ലൂസാക്കി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ പെയിൻറ്റിന് മുകളിലൊന്നും തട്ടാതെ നോക്കണം. മേലത്തെ ആ വണ്ടിയുടെ ബോഡിയുടെ മുകളിലൊന്നും തട്ടാതെ നോക്കണം. ഇനി നമുക്ക് അടിയത്തെ സ്ക്രൂ ലൂസാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 12-13 എടുക്കുന്നത്. എടുത്തിട്ട് അടിയത്തെ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കുക. അടിയത്തെ സ്ക്രൂ എന്താ വെച്ചാൽ ഒന്ന് ജസ്റ്റ് ലൂസാക്കി വെക്കുക. എന്നിട്ട് മേലത്തെ സ്ക്രൂ ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഫുള്ളായിട്ട് നമ്മൾ ഊരിയെടുക്കുക. ഇതെങ്ങനെയാണ് നമ്മൾ സ്ക്രൂ വരിക. എന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് സൈലൻസർ ഇളക്കിയെടുക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഉള്ളിൽ ചെറിയ റിങ് ഉണ്ട്, അത് കംപ്ലൈൻ്റ് ആവാതെ തന്നെ നമ്മൾ ഇളക്കിയെടുക്കണം. കാരണം നമുക്ക് വീണ്ടും ഈ സൈലൻസർ വയ്ക്കുമ്പോൾ ആ റിങ് ഇല്ല വെച്ചാൽ എയർ കയറാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ ഓക്കെയാണ്, നമ്മൾ ആ റിങ്ങിനൊന്നും പറ്റിയിട്ടില്ല. ഇതാണ് ആ റിങ് വരുന്നത്. ഇത് പറയുമ്പോൾ നല്ല വെയിറ്റുള്ള സൈലൻസറാണ്, കാരണം അതിനുള്ളിൽ ഫിൽറ്ററും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ നല്ല വെയിറ്റും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മൾ വെക്കാൻ പോകുന്ന സൈലൻസർ ഇതാണ്. ഇത് പറയുമ്പോൾ ഇതിനുള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല, ഫിൽറ്ററും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൽ നമ്മൾക്ക് ഒരു റിങ് പോലത്തെ സംഭവം കിട്ടും. ഇത് എങ്ങനെയാ വെച്ചാൽ ഇത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ സൈലൻസർ മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ റിങ് മേടിക്കുക. സൈലൻസറിന് ഏകദേശം 2000 രൂപയുടെ ഉള്ളിലൊക്കെ വരുന്നുള്ളൂ. അത് ഓരോ കടയ്ക്ക് അനുസരിച്ചാണ്. ഞാൻ 1500 രൂപയ്ക്കാണ് ഈ സൈലൻസർ മേടിച്ച്. റിങ്ങിന് 100 രൂപ വരുന്നുള്ളൂ, അതും മേടിക്കണം. പിന്നെന്താ നോക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ സൈലൻസർ മേടിക്കുമ്പോൾ ക്ലാമ്പുള്ള സൈലൻസർ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ക്ലാമ്പ് കറക്റ്റായിട്ട് മേടിക്കുക. ഈ ക്ലാമ്പ് നമുക്ക് ഫൂട്ട് റെസ്റ്റിൻ്റെ അവിടേക്കാണ് ജോയിൻ്റ് ആക്കേണ്ടത്, അതായത് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫൂട്ട് റെസ്റ്റ് അഴിച്ചെടുക്കണം. അതിന് നമ്മൾ ഒരു വൈപ്രാഞ്ചും പിന്നെ അതേപോലെ തന്നെ 17-16 സ്പാൻഡർ ഉണ്ട്, അതും എടുക്കുക. എന്നിട്ട് ഫൂട്ട് റെസ്റ്റിൻ്റെ ബാക്കിലായിട്ട് സ്ക്രൂ വരും, അതിലേക്ക് ആ സ്പാൻഡർ ഒന്ന് ജസ്റ്റ് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് വൈപ്രാഞ്ച് വെച്ച് ജസ്റ്റ് തള്ളിയാൽ മതി, നമ്മളെ ഫൂട്ട് റെസ്റ്റ് കിട്ടും. ഞാൻ ഓൾറെഡി ഇത് ലൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് നോക്കി കണ്ടു ചെയ്യുക. പെയിൻറ്റുമ്മലൊന്നും പോയി ഇടിക്കാതെ തന്നെ നോക്കി കണ്ടു ചെയ്യുക. ഇനി നമ്മൾ അഴിച്ചെടുത്ത സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ ഇതിലേക്ക് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അത് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. കാരണം പഴയ സൈലൻസർ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിലും ഈ സ്ക്രൂവിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ അതേപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ പതുക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് സൈലൻസറിൻ്റെ ബാക്കി പാർട്ടിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ ഒന്ന് തള്ളി കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മളെ ഫൂട്ട് റെസ്റ്റ് എടുക്കുക. ഫൂട്ട് റെസ്റ്റിൻ്റെ ആ ഇത് വെക്കുമ്പോൾ സ്ക്രൂ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കൊത പോലെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റ് വെക്കണം. എന്നിട്ട് നമ്മൾക്ക് ആ ജസ്റ്റ് ആ സ്ക്രൂ ഒന്ന് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ യൂസ് ചെയ്യുന്നത് 16-17 സ്പാൻഡറാണ് ബാക്കിൽ പിടിക്കണത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് വല്ലാതെ താഴ്ന്ന് കിടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടിയിൽ നമ്മൾ പോകുന്ന സമയത്ത് വല്ല കുഴിയോ കാര്യങ്ങളിലൊക്കെ ചാടുമ്പോൾ സൈലൻസർ തട്ടാനുള്ള ചാൻസ് ഉണ്ട്, അടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക, കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വൈപ്രാഞ്ച് പിടിക്കുമ്പോൾ എന്താ വെച്ചാൽ പെയിൻറ്റിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാതെ തന്നെ നോക്കി ചെയ്യുക. അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ വെച്ച് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളെ വണ്ടി കുഴിയിലൊക്കെ ചാടുമ്പോൾ സൈലൻസർ ഇളകി പോരാതിരിക്കാൻ തന്നെ. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ഓക്കെയാണ്. നമുക്കൊന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ലീഗലി നമുക്ക് ഈ സൈലൻസർ അലൗഡ് അല്ല, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഇത് വെച്ചിട്ട് ഓടിക്കുക. MBD ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10,000-5000 രൂപ ഫൈൻ എഴുതുന്ന സംഭവമാണ്. ഓക്കെയാണ്, നമ്മുടെ സൈലൻസർ പക്കയായിട്ട് സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക.